കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു അടുത്ത യാത്ര ഗന്ദിക്കോട്ടയിലേക്കാണെന്ന്. ബെലം കേവ്സ് ഒക്കെ കണ്ട് അവിടെ നിന്ന് നേരെ കൊളിമികുണ്ടിലേക്ക് ബസ് കയറി. അവിടെ നിന്ന് നേരെ ജമ്മലമടുകു. ജമ്മലമടുകയിൽ എത്തിയപ്പോഴത്തേക്കിനും അവിടുന്ന് ഗന്ദിക്കോട്ടയ്ക്കുള്ള ബസ്സൊന്നും ഇല്ലായിരുന്നു. സോ അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ ഓട്ടോ പിടിക്കാനാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ 4 പേരോട് ഓട്ടോ പിടിച്ച് 300 രൂപയ്ക്ക് ഗന്ദിക്കോട്ടയിലേക്ക് എത്തി. ഓട്ടോയിലാണ് എത്തിയത്. നല്ല ബ്യൂട്ടിഫുൾ റൂട്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഹരിത റിസോർട്ടിലെത്തി. ഒരു 6:45 ആയപ്പോഴത്തേക്കിനും ഹരിത റിസോർട്ടിലെത്തി. 8 പേരുടെ ഒരു ഡോർമെട്രി ആയിരുന്നു ഞങ്ങൾ 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് പ്രൈവസി വേണ്ടിയിരുന്നതുകൊണ്ട് തന്നെ 4 പേരെ ഉള്ളെങ്കിൽ 8 പേരുടെ ഡോർമെട്രിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. 4000 രൂപയോളമായി ഏകദേശം 2 ദിവസത്തേക്ക്. നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് അന്ന് പിന്നെ പുറത്തോട്ടെങ്ങും പോയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ഗന്ദിക്കോട്ട കാണാൻ വേണ്ടി ഇറങ്ങി. ഒരു ഇച്ചിരി ലേറ്റായി, അതുകൊണ്ട് സൺറൈസ് മിസ്സായി കേട്ടോ. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഹരിത റിസോർട്ടിൽ നിന്ന് ഗന്ദിക്കോട്ടയിലേക്ക്. അമേരിക്കയിലെ ഗ്രാൻഡ് കാനിയോണിനെ പറ്റി പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ രൂപപ്പെടുന്ന അഗാധ ഗർത്തങ്ങളെയാണ് കാനിയോൺ എന്ന് വിളിക്കുന്നത്. അമേരിക്കയിൽ കൊളറാഡോ നദിയാണ് ഗ്രാൻഡ് കാനിയോൺ രൂപപ്പെടാൻ കാരണം. നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ഗ്രാൻഡ് കാനിയോണിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലാണ് ഗ്രാൻഡ് കാനിയോൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗന്ദിക്കോട്ടയുള്ളത്. മെയിൻ വ്യൂ പോയിന്റിന്റെ അവിടെ നിന്ന് കുറച്ച് താഴേക്ക് നടക്കുമ്പോൾ പാറകളിലൊക്കെ കുറെ ആരോ മാർക്ക് കാണാം. ആദ്യം ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന് കരുതി ഞങ്ങൾ അതുവഴി ഇറങ്ങിയത്. പക്ഷെ കുറച്ച് മുന്നോട്ട് നടന്ന് നീങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് അത് ബോട്ടിംഗ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോകേണ്ട വഴിയല്ല. പക്ഷെ അവിടെ ഒരു അടിപൊളി വ്യൂ ഉണ്ടെന്ന് മുകളിലോട്ട് കയറി വന്ന ആളുകൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വഴിയിലൂടെ കുറേ നടന്ന് ചെന്നപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഈ മലയിടുക്കിലൂടെ പെന്നാർ ഒഴുകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ നിന്നുള്ള സൺറൈസും സൺസെറ്റും എല്ലാം കിടിലമാണ്. നല്ലൊരു ഫോട്ടോ സ്പോട്ടും ക്യാമ്പിംഗ് സ്പോട്ടും ഒക്കെയാണ് ഇവിടെ ചില എക്സ്ട്രാ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. സിപ്പ് ലൈനിങ്, റോക്ക് ക്ലൈംബിംഗ്, അതുപോലുള്ള കുറേ ആക്ടിവിറ്റീസ് അതുവഴി നടക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഈ ഒരു സ്പോട്ട് നമ്മളിവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാനായിട്ട് പാടില്ല ആക്ച്വലി. കാരണം വളരെ പീസ്ഫുൾ ആയിട്ട് കുറേ നേരം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ എന്തൊരു രസമാണെന്നറിയാമോ ആ ഒരു സ്പോട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഈ ട്രിപ്പിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണ്. തെലുങ്കിൽ ഗന്ദി എന്നാൽ താഴ്വാരം എന്നാണ് അർത്ഥം. സോ താഴ്വാരത്തിലെ കോട്ട എന്ന അർത്ഥത്തിലാവാം ഇതിന് ഗന്ദിക്കോട്ട എന്ന പേര് വന്നത്. ഇനി നമുക്ക് കുറച്ച് പുറകിലോട്ട് പോവാം. 1123 കാകരാജ എന്ന് പറഞ്ഞ നാട്ടുരാജാവാണ് പോലും ഈ കോട്ട പണി കഴിപ്പിച്ചത്. പിന്നെ പല സാമ്രാജ്യങ്ങളുടെയും ശക്തി കേന്ദ്രമായി ഇത് പ്രവർത്തിച്ചു. ഈ പ്രദേശത്തിനും കോട്ടയ്ക്കും ആന്ധ്രയുടെ ചരിത്രത്തിലും പുരോഗതിയിലും വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് ആണുള്ളത്. ഇവിടെ മെയിനായിട്ടും 2 ക്ഷേത്രങ്ങളാണുള്ളത്. അതിലൊന്നാണ് ഈ കാണുന്ന മാധവരായ ക്ഷേത്രം. ഭഗവാൻ വിഷ്ണുവാണ് മാധവരായർ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ സമയം കുറച്ച് വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് കയറി കണ്ടിട്ട് വരാൻ മാത്രമേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് അധിക നേരം നിൽക്കാൻ അവർ സമ്മതിച്ചില്ല. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. ക്ഷേത്രമൊക്കെ ധൃതിയിൽ കണ്ട് വേഗം ഞങ്ങൾ നടന്നു പോയത് കോട്ടയ്ക്കുള്ളിലെ മസ്ജിദ് കാണാനായിരുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു മസ്ജിദ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാമായിരുന്നു. മസ്ജിദിന്റെ പേരാണ് ജാമിയ മസ്ജിദ്. ഇവിടെ ഞങ്ങൾ ചെന്നപ്പം ടൈം ലേറ്റ് ആയായിരുന്നു. അതുകൊണ്ട് തന്നെ അധിക നേരം നിൽക്കാൻ സമ്മതിച്ചില്ല. എങ്കിലും അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. മസ്ജിദിനോട് ചേർന്ന് ഈ കാണുന്നതാണ് ഈ കോട്ടയിലെ ഗ്രാനറി. കുറച്ച് മുന്നേ പറഞ്ഞില്ലേ ഇവിടെ മെയിനായിട്ട് 2 ക്ഷേത്രങ്ങളുണ്ടെന്ന്. തൊട്ട് മുന്നേ നമ്മൾ കണ്ടത് മാധവരായ ക്ഷേത്രമായിരുന്നു. ഈ മസ്ജിദിനോട് ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പേരാണ് രഘുനാഥസ്വാമി ക്ഷേത്രം. മസ്ജിദിന്റെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രത്തിനുള്ളിൽ വിഗ്രഹങ്ങളൊന്നുമില്ല. ചുമന്ന ഗ്രാനൈറ്റ് കല്ലുകൊണ്ടാണ് ഈ ക്ഷേത്രം മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത്. സൺസെറ്റിന്റെ ടൈം ആയപ്പോഴത്തേക്കിനും ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ ഒരുപാട് പേര് കയറി നിൽപ്പുണ്ടായിരുന്നു. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളും മുതിർന്നവരും എല്ലാം ഉണ്ടായിരുന്നു. അവസാനമായിട്ട് ഞങ്ങൾ പോയത് പെന്ന റിവർ വാലിയിലേക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത്. സൺസെറ്റ് കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഈ ഒരു സ്പോട്ടിൽ. ഇതൊരു ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ആന്ധ്ര പോകാൻ ഒരു അവസരം കിട്ടിയാൽ എന്തായാലും പോയി കണ്ടോളൂ. വർത്ത് വാച്ചിങ് സ്പോട്ടാണ്. ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ആന്ധ്ര വന്നിട്ട് അടുത്തത് ലേപക്ഷിയിലേക്കുള്ള യാത്രയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.